പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ കാറിടിച്ചു വീഴ്ത്തി വൻ സ്വർണ്ണ കവർച്ച. സ്കൂട്ടറിൽ പോവുകയായിരുന്ന ഉടമയും സഹോദരനെയും കാറിടിച്ചു വീഴ്ത്തി കുത്തി പരിക്കേൽപ്പിച്ച് കവർന്നത് 3.5 കിലോ സ്വർണം. സംഭവത്തിൽ തൃശൂർ കണ്ണൂർ സ്വദേശികളായ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ കാറിടിച്ചു വീഴ്ത്തി സ്വർണം കവർന്ന സംഭവത്തിൽ 4 പേരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കണ്ണൂർ സ്വദേശികളായ പ്രബിൻ ലാൽ, ലിജിൻ രാജൻ, തൃശൂർ വരന്തപ്പള്ളി സ്വദേശികളായ സജിത് സതീശൻ, നിഖിൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. സ്കൂട്ടറിൽ പോകുകയായിരുന്ന MK ജ്വല്ലറി ഉടമയായ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയുമാണ് പരുക്കേൽപ്പിച്ച് കവർച്ചാ സംഘം 3.5 കിലോഗ്രാം സ്വർണം കവർന്നത്. തൃശൂരിൽ വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനം പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പരിശോധനയിൽ വാഹനത്തിൽ നിന്ന് സ്വർണം കണ്ടെത്താനായിട്ടില്ല. സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ജ്വല്ലറി അടച്ചു മടങ്ങവേ ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം. ജൂബിലി ജംഗ്ഷൻ സമീപത്ത് വെച്ച് കാറിലെത്തിയ സംഘം സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയും കണ്ണിൽ മുളകുപൊടി സ്പ്രേ ചെയ്തുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ ഇവരെ കവർച്ചാ സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ച് സ്വർണവുമായി കടന്നു കളഞ്ഞു. സംഭവത്തിൽ പരിക്കേറ്റ ഇരുവരും ചികിത്സയിലാണ്. കവർച്ചാ സംഘത്തിന്റേത് ആസൂത്രിത നീക്കമെന്നാണ് പോലീസ് പറയുന്നത്. വടക്കൻ കേരളത്തിലെ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. സീ മലയാളം ന്യൂസ്, മലപ്പുറം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.